ഷജ. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് കാണിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിനു. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ കോഫി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പുറത്ത് വന്നിരുന്നപ്പോൾ അത്രയ്ക്ക് മഴയൊന്നുമില്ലേനു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ടേബിളൊന്ന് മേക്ക് ഓവർ ആൻഡ് ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ക്ലീനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് മേക്ക് ഓവർ ചെയ്യാൻ ന്യൂ ഐഡിയാസൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ടു ഡു ലിസ്റ്റൊക്കെ ഞാൻ ഇപ്പോൾ സാധാരണ ഈവനിങ്ങിനാണ് എഴുതാറ്. കാരണം മോർണിംഗ് ടു ഒരു ഉച്ച വരെ ട്യൂഷൻ ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ജസ്റ്റ് ഫോണിൽ സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അധിക കാര്യങ്ങളിപ്പോൾ ഈവനിങ് ടു നൈറ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോഴാണ് ടു ഡു ലിസ്റ്റും എഴുതലുള്ളത്. ഞാനിപ്പോൾ കസ്റ്റമൈസ് നെയിം സ്ലിപ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നു. അത് കുറേയൊക്കെ കൊടുത്തു. ഇനി ഒന്ന് മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിപ്പോൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. പാക്കിംഗ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ്. എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്താൽ അന്ന് തന്നെ എഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു മൂഡ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറേ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ അത്രയും കാലം വീഡിയോ ഇടാതിരുന്നത്. ശരിക്കും ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ പറ്റിയ ടൈമായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട്. ഇനി അങ്ങോട്ട് സ്കൂളാണ്. ഞാൻ 10th അതുകൊണ്ട് അങ്ങനെ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണത്. ഇപ്പോൾ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അങ്ങോട്ട് കാണിക്കുന്ന ഷോർട്സൊക്കെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ്. കാരണം അന്ന് ഞാൻ സ്കൂൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒന്നും ഡെയിലി ലൈഫിൽ എന്നും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഫസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അത് എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അതിൻ്റെ ബാക്കി ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോണിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ഉണ്ടാക്കിയതാണത്. അത് ഏകദേശം മിനിമം 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലേനു. കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂവി എന്തെങ്കിലും കാണാൻ. ശരിക്കും ഈ അറ്റ്മോസ്ഫിയറും മൂവിയും നല്ല മാച്ചല്ലേ. എനിക്ക് റെയിനി സീസണിലൊക്കെ മൂവി കണ്ടിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. വൺ അവറൊന്നും റെസ്റ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് പോയിരുത്തിയിരുന്നു കേട്ടോ. ഈവനിങ്ങിന് വേണ്ടി ഉമ്മ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ശരിക്കും ഇത് രണ്ടും നല്ല വിയേർഡ് കോമ്പിനേഷൻസാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു പീസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കാമെന്നല്ലാതെ വേറെ ഓപ്ഷൻസൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു ഏതായാലും നാളെ ട്യൂഷനുണ്ട്, കുറേ പഠിക്കാനും എഴുതാനുണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന്. ഞങ്ങൾക്ക്
നമുക്ക് സാധാരണ പ്രിൻ്റഡ് നോട്ട്സ് തരാറാണ് പതിവ്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം ഞാൻ നോട്ടിൽ എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചാപ്റ്റർ മൊത്തത്തിൽ നോട്ടിൽ എഴുതാം, എന്നിട്ട് സെക്കൻഡ് ചാപ്റ്റർ മുതൽ പ്രിൻ്റഡ് നോട്ട്സ് യൂസ് ചെയ്യാമെന്ന്. പ്രിൻ്റഡ് നോട്ട്സിൻ്റെ PDF ഗ്രൂപ്പൊക്കെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്. ഫുള്ളൊന്നും എഴുതുന്നില്ല കേട്ടോ, കുറച്ച് കഴിയണത് വരെ മാത്രമേ എഴുതുന്നുള്ളൂ. ഞാൻ ഫുള്ളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, കുറച്ച് എഴുതിയിട്ടുള്ളൂ. എഴുതൽ സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം എഴുതായിരുന്നാൽ ഇന്ന് ഫുള്ള് എഴുതിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. എൻ്റെ കാലും തണുപ്പും തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് വീട്ടിൽ നടക്കാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് പഠിക്കാം കേട്ടോ. എനിക്ക് ശരിക്കും രാത്രി പഠിക്കണ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ രാവിലെയാണ് നോക്കാറുള്ളത്. കുറേ പഠിക്കുകയാണെങ്കിൽ മാത്രമേ രാത്രി നോക്കുള്ളൂ. അപ്പോൾ നാളെ കുറേ ഉണ്ട്, അപ്പോൾ ഇന്ന് രാത്രി നോക്കണം. കുറച്ചുണ്ടെങ്കിൽ രാവിലെ മാത്രമേ നോക്കലുള്ളൂ. രാത്രി ഞാൻ ജസ്റ്റ് എഴുത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ മാക്സിമം പോയാൽ 9 മണി വരെ പഠിക്കുള്ളൂ. അത് 7:30 സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എഴുതും വേണം, പഠിക്കും വേണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാൻ ഒരു ദിവസം എത്ര പഠിക്കുക എന്നുള്ളത്. രാവിലെയും അത്ര നേരത്തൊന്നും എണീക്കൂല. വീട്ടിൽ നിന്ന് എപ്പോഴാണോ ഇറങ്ങുക അതിൻ്റെ ജസ്റ്റ് 1 മണിക്കൂർ മുതലാണ് ഞാൻ പഠിക്കാൻ ഇരിക്കാറുള്ളത്. അതന്നെ ഫുള്ള് പഠിത്തമൊന്നുമല്ലേ, കാരണം അതിൻ്റെ ഇടയിൽ ഫുഡ് അടിയും എല്ലാതും ഉണ്ടാവും. ഇന്നത്തെ പഠിപ്പും എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ 10:30 ഉറങ്ങാനായിട്ട്. പക്ഷെ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ, അപ്പോൾ ഞാൻ നേരത്തെ കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.